യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സുഹൈൽ ഷാജഹാൻ AKG സെന്റർ ആക്രമണ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രതിയാണ്. ഇയാൾ വിദേശത്തായിരുന്നു, മുങ്ങി നടക്കുകയായിരുന്നു. ഇന്നലെ ദില്ലി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ നിമിഷം തന്നെ പൊക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ധൈര്യമായിട്ട് പറയാം, കിട്ടി കിട്ടി കിട്ടി. മാനസ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന്. മാനസ, പറഞ്ഞു കിട്ടി. സുഹൈൽ ഷാജഹാനെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇനി പോലീസിന്റെ നടപടികൾ, ക്രൈംബ്രാഞ്ചിന്റെ നീക്കം എങ്ങനെയാണ്? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നാൾ ഉണ്ടായിരുന്ന ചോദ്യമാണ് കിട്ടിയോ എന്നുള്ളത്. അതിനൊടുവിൽ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആളെയും കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നിന്നുമാണ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടുന്നത്. ഏതായാലും ഇന്നലെ വൈകുന്നേരത്തോടെ ഈ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇന്ന് കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. അതോടൊപ്പം തന്നെ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. മാത്രമല്ല ഇനി ഒരു ഈ സുഹൈലിൻ്റെ സഹായി കൂടിയായ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. അയാളിലേക്കും പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഈ കേസിൽ 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മുഖ്യ ആസൂത്രകനെ കഴിഞ്ഞ ദിവസം പിടികൂടുന്നത്. അതോടുകൂടി തന്നെ കേസിൽ വലിയൊരു വഴിത്തിരിവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല മുഖ്യ ആസൂത്രകൻ, ഇയാളുടെ നേതൃത്വത്തിൽ ബാക്കിയുള്ള 2 പേർ വന്ന് ഈ ബോംബ് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവരെ നേരത്തെ തന്നെ പിടികൂടുന്നു. എല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വെട്ടിലായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കോൺഗ്രസ് നേതൃത്വം ചെറുത്തുനിന്നത് ഇതൊക്കെയും CPM-ന്റെ അനുഭാവികൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്ന് പ്രതിരോധിക്കുമ്പോഴും ഇപ്പോൾ അവരുടെ വാ മൂടിക്കെട്ടുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. കഴിഞ്ഞ ദിവസം ഈ മുൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ K. സുധാകരൻ്റെ ഏറ്റവും അടുത്ത ആൾ കൂടിയായ സുഹൈലിനെ പിടികൂടിയതോടുകൂടി കേസിൽ വലിയൊരു വഴിത്തിരിവ് തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ഷാജഹാനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുമാണ് പോലീസ് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുന്നത്. ശേഷം ഇന്ന് കസ്റ്റഡിയിലെടുത്ത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശദമായി ചോദ്യം ചെയ്യും. കേസിലെ 4 പ്രതികളിൽ 2 പേരെ നേരത്തെ പ്രതി ചേർത്തിരുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുറ്റപത്രത്തിൽ മുഖ്യ ആസൂത്രകൻ തന്നെയാണ്, 1-ാം പ്രതി തന്നെയാണ് ഈ സുഹൈൽ. അതുകൊണ്ട് തന്നെ ഇയാളുടെയും കോടതിയിൽ ഹാജരാക്കി പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഏതായാലും മാനസ പറഞ്ഞതുപോലെ, നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ, എത്രയധികം ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ മാധ്യമങ്ങൾ പരിഹസിച്ച ഒരു വാക്കായിരുന്നു കിട്ടിയോ എന്ന്. അത് പിന്നീട് കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്, കിട്ടിയോ എന്ന്. ഇപ്പോൾ കിട്ടിയപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ ഇവർക്ക്? കാരണം ഈ കിട്ടിയാൾ ചില്ലറക്കാരനല്ല. K. സുധാകരൻ്റെ അടുത്ത അനുയായിയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയോ ഒക്കെ ആയിരുന്ന വ്യക്തി കൂടിയാണ്. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. മാത്രമല്ല KPCC അധ്യക്ഷൻ K. സുധാകരൻ്റെ അടുത്തയാൾ കൂടിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ 2 വർഷം ഇയാൾക്ക് ഒളിവിൽ കഴിയാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തതും ചില നേതാക്കൾ ആണ് എന്ന് തന്നെയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾ പിടിയിലായതോടെ നേതൃത്വം വെട്ടിലാകുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ വാ മൂടിക്കെട്ടുന്ന നേതൃത്വത്തിൻ്റെ തന്നെ നേതാക്കളുടെ അടക്കം വാ മൂടിക്കെട്ടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ സുഹൈലിനെ കണ്ടെത്തിയതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കേസാണ്. AKG സെൻറ്ററിൽ ബോംബ് ഇടാൻ നേതൃത്വം നൽകുന്നു. അതിലെ മുഖ്യ ആസൂത്രകൻ കഴിഞ്ഞ ദിവസം പിടിയിലാകുന്നു. ഇയാൾ 2 വർഷത്തോളം ഒളിവിൽ കഴിയുന്നു. അതിനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ. അതോടൊപ്പം തന്നെ ഇയാൾ രാജ്യം വിട്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ദുബായിലേക്ക് പോകുന്നു, തിരിച്ച് ഈ കാഠ്മണ്ഡുവിൽ ഇറങ്ങി റോഡ് മാർഗം തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലും വിവിധ സ്ഥലങ്ങളിലൊക്കെ, കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇയാൾ സഞ്ചരിക്കുന്നു. തിരിച്ച് വീണ്ടും കാഠ്മണ്ഡുവിലേക്ക് ഈ ഒരു പോകുന്ന വഴിയാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ഇയാളെ പിടികൂടുന്നത്. പെട്ടെന്ന് തന്നെ പോലീസ് ക്രൈംബ്രാഞ്ചിലേക്ക് ഏൽപ്പിക്കുകയും ഉടൻ തന്നെ മറ്റു കാര്യങ്ങളിലേക്കുള്ള നീക്കവുമായി ക്രൈംബ്രാഞ്ച് പോവുകയാണ്. ക്രൈംബ്രാഞ്ചിൻ്റെ ഈ ഒരു അന്വേഷണത്തിൽ വലിയൊരു ഈ ഒരു മുഖ്യ പ്രതിയെ കൂടി പിടികൂടിയതോടെ കേസിൽ വലിയൊരു വഴിത്തിരിവിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, താങ്ക് യു മാനസ.